ശാന്തി. ഇന്നത്തെ മുരളിയിൽ ബാബ മുരളി കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയുന്നു. ആത്മീയ ഡ്രിൽ അഭ്യസിക്കുവാനും നിർമോഹിയാകുവാനും ടെൻഷൻ ഇല്ലാതാക്കുവാനും ബാബ നിർദ്ദേശം നൽകുന്നു. ആത്മാഭിമാനിയായിരുന്നുകൊണ്ട് സ്നേഹസാഗരമായ ബാബയുടെ ഇന്നത്തെ സാകാര മഹാവാക്യങ്ങൾ കേൾക്കാം. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ സഭയിൽ ബഹുർമുഖിയായി ഇരിക്കുവാൻ പാടില്ല. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ബന്ധുമിത്രാദികളെയോ തൊഴിലിനെയോ മറ്റോ ഓർമ്മിക്കുന്നതിലൂടെ വായുമണ്ഡലത്തിൽ വിഘ്നമുണ്ടാകുന്നു. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ ആത്മീയ ഡ്രില്ലിൻ്റെ വിശേഷത എന്താണ്? അത് മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയില്ല. ഉത്തരം: നിങ്ങളുടെ ആത്മീയ ഡ്രിൽ ബുദ്ധിയുടേതാണ്. അതിൻ്റെ വിശേഷത ഇതാണ്: നിങ്ങൾ പ്രിയതമയായി തൻ്റെ പ്രിയതമനെ ഓർമ്മിക്കുന്നു. ഇതിൻ്റെ തന്നെ സൂചനയാണ് ഗീതയിലും വന്നിട്ടുള്ളത്, മന്മനാഭവ. എന്നാൽ മനുഷ്യർ തൻ്റെ പ്രിയതമനായ പരമാത്മാവിനെ അറിയുന്നതേയില്ല. അപ്പോൾ ഡ്രിൽ എങ്ങനെ ചെയ്യുവാൻ സാധിക്കും? അവരാണെങ്കിൽ പരസ്പരം ശാരീരിക ഡ്രില്ലാണ് പഠിപ്പിക്കുന്നത്. ഓം ശാന്തി. കുട്ടികൾ അഥവാ യോഗം ചെയ്യിക്കുന്നവർ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് കുട്ടികളും മനസ്സിലാക്കുന്നു, ബാബയും മനസ്സിലാക്കുന്നു. ഓർമ്മയുടെ യാത്രയുടെ ഡ്രിൽ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. മുഖത്തിലൂടെ യാതൊന്നും പറയേണ്ട കാര്യമില്ല. ആരുടെ ഓർമ്മയാണുള്ളത്? പരംപിത പരമാത്മാ ശിവബാബയുടെ. ആ ഒന്നിൻ്റെ ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ നമ്മുടെ ഏതെല്ലാം വികർമ്മമുണ്ടോ അത് ഭസ്മമാകും, വികർമ്മ ജീതായി മാറും. എത്രത്തോളം ആര് ഓർമ്മയുടെ ഡ്രില്ലിൽ ഇരിക്കുന്നു? ഇത് ആത്മാവിൻ്റെ ഡ്രില്ലാണ്, ശരീരത്തിൻ്റെതല്ല. ഭാരതത്തിൽ ഏതെല്ലാം ഡ്രിൽ പഠിപ്പിക്കുന്നു അതെല്ലാം ശാരീരികമാണ്. ഇതാണ് ആത്മീയ ഡ്രിൽ. ഈ ആത്മീയ ഡ്രിൽ കുട്ടികളായ നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നതേയില്ല. ആത്മീയ ഡ്രില്ലിൻ്റെ സൂചന ഗീതയിൽ തീർച്ചയായും ഉണ്ട്. ഭഗവാൻ വാച അഥവാ ഭഗവാന്റെ കുട്ടികളുടെയും വാചയാണ്. നിങ്ങൾ ഇപ്പോൾ ഭഗവാനായ ശിവബാബയുടെ കുട്ടികളായിരിക്കുന്നല്ലോ. കുട്ടികൾക്ക് ആജ്ഞ ലഭിച്ചിരിക്കുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബയും ഡ്രിൽ പഠിപ്പിക്കുന്നു, കുട്ടികളും ഇതേ ഡ്രിൽ പഠിപ്പിക്കുന്നു. പിതാവായ എന്നെ ഓർമ്മിക്കും എന്ന് കഴിഞ്ഞ കൽപ്പത്തിലും ബാബ പറഞ്ഞിരുന്നു. ഇതിൽ അടിക്കടി പറയേണ്ട ആവശ്യമില്ല, എന്നാൽ പറയേണ്ടി വരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ആരെങ്കിലും തൻ്റെ ബന്ധുമിത്രാദികളെയോ തൊഴിലോ മറ്റോ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ വായുമണ്ഡലത്തിൽ വിഘ്നമിടുകയാണ്. ബാബ പറയുന്നു, എങ്ങനെയാണോ ഇവിടെ നിങ്ങൾ ഓർമ്മയിലിരിക്കുന്നത് അതേപോലെ തന്നെ നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും ഓർമ്മയിൽ ഇരിക്കണം. പ്രിയതമയും പ്രിയതമനും അന്യോന്യം ഓർമ്മിക്കുന്നത് പോലെ അവരുടെ ഓർമ്മ ശാരീരികമാണ്, നിങ്ങളുടേത് ആത്മീയ ഓർമ്മയാണ്. ആത്മാക്കൾ ഭക്തിമാർഗത്തിലും പ്രിയതമനായ പരംപിത പരമാത്മാവിൻ്റെ പ്രിയതമയാണ്. എന്നാൽ പ്രിയതമനെ അറിയുന്നതേയില്ല. സ്വയം ആത്മാവാണ് എന്നറിയുന്നില്ല. പ്രിയതമനായ ബാബ വന്നിരിക്കുന്നു. ഭക്തിമാർഗം മുതൽ ആത്മാക്കൾ പ്രിയതമകളായി. ഇത് ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും കാര്യമാണ്. ബാബ കുട്ടികളോട് മുന്നിലിരുന്ന് പറയുന്നു, നിങ്ങൾ പ്രിയതമയായി പ്രിയതമനായ എന്നെ ഓർമ്മിക്കുന്നു. ബാബ വരൂ, നമ്മളെ വന്ന് ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യൂ. തൻ്റെ കൂടെ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകൂ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ ദുഃഖധാമം അഥവാ മൃത്യുലോകത്തിന് വിനാശം സംഭവിക്കേണ്ടതുണ്ട്. അമർലോക് സിന്ദാബാദ്, മൃത്യുലോക് മുർദാബാദ്. നിങ്ങൾ ഇപ്പോൾ ബ്രാഹ്മണരായ കുട്ടികൾ ആയിരിക്കുന്നു. നിങ്ങളിലും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ്. കുട്ടികളായ നിങ്ങൾക്ക്
പൂർണ്ണമായും നിശ്ചയം ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ നരകവാസിയിൽ നിന്നും സ്വർഗവാസി 21 ജന്മത്തേക്ക് ആകുന്നു. ആരെങ്കിലും മരിക്കുന്നു എങ്കിൽ പറയുന്നു സ്വർഗവാസിയായി. എന്നാൽ എത്ര സമയത്തേക്കാണ് സ്വർഗവാസി ആയത് ഇതാർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വർഗവാസി ആകുന്നതിനു വേണ്ടി. ഇത് ആരാണ് നിശ്ചയം വരുത്തുന്നത്? ആ ഒന്ന് ഗീതയുടെ ഭഗവാനാണ്. എന്നാൽ ആ ഒന്ന് ഒരേ ഒരു നിരാകാരനാണ്. മനുഷ്യർ മനസ്സിലാക്കുന്നു നിരാകാരൻ തന്നെയാണ്. ആ ഒന്ന് എങ്ങനെയാണ് ഇവിടെ വന്ന് പഠിപ്പിക്കുക? ബാബയെ അറിയാത്തത് കാരണം ഡ്രാമയനുസരിച്ച് കൃഷ്ണന്റെ നാമം തെറ്റായി വച്ചിരിക്കുന്നു. കൃഷ്ണനും ശിവനും തമ്മിൽ ഈ സമയം സമീപ ബന്ധമാണ്. ശിവജയന്തി നടക്കുന്നത് സംഗമത്തിലാണ്. പിന്നെ നാളെ കൃഷ്ണ ജയന്തി ഉണ്ടാകും. ശിവജയന്തി രാത്രിയിലാണ്, കൃഷ്ണ ജയന്തി പകലാണ്. അതിനെ പ്രഭാതം എന്ന് പറയും. എപ്പോൾ ശിവരാത്രി പൂർത്തിയാകുന്നു അപ്പോൾ പിന്നെ കൃഷ്ണ ജയന്തി ഉണ്ടാകുന്നു. ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ സഭയിൽ ബഹുർമുഖിയായ ആരും ഉണ്ടാകരുത് എന്നത് നിയമമാണ്. ബാബയുടെ ഓർമ്മയിലിരിക്കണം. മനുഷ്യർ വിളിക്കുന്നുമുണ്ട്, ഹേ പതീത പാവന വരൂ, വന്ന് പാവനമാക്കൂ. പക്ഷേ ഡ്രാമ അനുസരിച്ച് കല്ലുബുദ്ധികൾ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. അഥവാ അറിയാമായിരുന്നു എങ്കിൽ പറയുമായിരുന്നു. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമമാണ്. പിന്നെ എപ്പോഴാണോ ബാബ വരുന്നത് അപ്പോൾ ആദി ഉണ്ടാകുന്നു എന്ന് അവർക്ക് അറിയില്ല. മനുഷ്യരാണെങ്കിൽ തികച്ചും ഘോര അന്ധകാരത്തിലാണ്. കലിയുഗം ഇനിയും 40,000 വർഷം ബാക്കിയുണ്ട് എന്ന് ലോകർ മനസ്സിലാക്കുന്നു. പരിധിയില്ലാത്ത ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. പരിധിയുള്ള ബാബ ഒരിക്കലും പതീത പാവനൻ ആവുക സാധ്യമല്ല. ബാപ്പു എന്ന നാമം വളരെ പേർക്ക് വച്ചിരിക്കുന്നു. വൃദ്ധരായവരെ ബാപ്പു അഥവാ പിതാജി എന്ന് പറയുന്നു. ഈ ആത്മീയ പിതാശ്രീ ഒന്ന് തന്നെയാണ്. ആ ഒന്ന് പതീത പാവനൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. കുട്ടികൾക്ക് പാവനമാകുന്നതിനായി ജ്ഞാനം ആവശ്യമാണ്. ജലത്തിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ആരും പാവനമാകുന്നില്ല. നിങ്ങൾക്കറിയാം, ശിവബാബ നമ്മുടെ മുന്നിൽ ഈ ശരീരത്തിൽ പ്രത്യക്ഷമാണ്. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് പറയുന്നു, ഭഗവാൻ ഉവാച അർജുനനെ പ്രതി. ബ്രാഹ്മണരുടെ നാമമോ അടയാളമോ ഇല്ല. ബ്രഹ്മാവിലൂടെ സ്ഥാപന, വിഷ്ണുവിലൂടെ പാലന എന്ന് പാടപ്പെടുന്നു. സ്ഥാപന ബ്രഹ്മാവിലൂടെ തന്നെ ചെയ്യും, വിഷ്ണുവിലൂടെയുമല്ല, ശങ്കറിലൂടെയും അല്ല. കുട്ടികളായ നിങ്ങൾക്ക് ഈ അറിവ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ബാബയ്ക്ക് ഇവിടെ വരേണ്ടി വരുന്നു. തിരികെ ഒരു ആത്മാവിനും പോകുവാൻ സാധിക്കില്ല. ആരെല്ലാം വരുന്നോ അവർക്ക് സതോ രജോ തമോയിലൂടെ മറികടക്കുക തന്നെ വേണം. കൃഷ്ണനും പൂർണ്ണമായും 84 ജന്മമെടുക്കുന്നു. പൂർണ്ണമായും 5000 വർഷം പാർട്ട് അഭിനയിച്ചു. ആത്മാവ് ഉദരത്തിൽ ആയിരിക്കുമ്പോഴും ജന്മമാണ്. കൃഷ്ണന്റെ ആത്മാവ് എപ്പോൾ സത്യയുഗത്തിൽ വരുന്നുവോ, ഗർഭത്തിൽ പ്രവേശിച്ചോ, അപ്പോൾ മുതൽ 5000 വർഷത്തിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ശിവജയന്തി ആഘോഷിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൽ ഇരിക്കുകയാണല്ലോ. കൃഷ്ണന്റെ ആത്മാവും ഗർഭത്തിൽ വന്ന് അനക്കമുണ്ടായി. ആ സമയം മുതൽ 5000 വർഷത്തിൻ്റെ കണക്ക് ആരംഭിക്കുന്നു. അഥവാ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നു എങ്കിൽ പിന്നെ 5000 വർഷത്തിൽ കുറവുണ്ടായേനെ. ഇത് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കുട്ടികൾക്കറിയാം, കൃഷ്ണന്റെ ആത്മാവ് വീണ്ടും ഈ ജ്ഞാനം എടുത്തുകൊണ്ടിരിക്കുന്നു, വീണ്ടും ശ്രീകൃഷ്ണൻ ആകുന്നതിനായി. നിങ്ങളും കംസപുരിയിൽ നിന്നും കൃഷ്ണപുരിയിലേക്ക് പോകുന്നു. ഈ കാര്യങ്ങൾ ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പറയുന്നു, മായ വളരെ ദുഷ്കരമാണ്. നല്ല നല്ല മഹാരഥികളെയും തോൽപ്പിക്കുന്നു. ജ്ഞാനം എടുത്തെടുത്ത്
എവിടെയെങ്കിലുമൊക്കെ ഗ്രഹപിഴവുണ്ടാകുന്നു. ആശ്ചര്യപൂർവം എൻ്റേതാകുന്നു പറഞ്ഞു കൊടുക്കുന്നവരാകുന്നു. അഹോ മായ, പിന്നെ ഓടിപ്പോകുന്നവരാകുന്നു. സമ്പാദ്യത്തിൽ ഗ്രഹപ്പിഴവുണ്ടാകുന്നു. രാഹുവിൻ്റെ ഗ്രഹണം സർവരെയും ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മേൽ ബൃഹസ്പതി ദശ ഉണ്ടായിരിക്കുന്നു. പിന്നെ നടന്ന് ചിലരിൽ രാഹുവിൻ്റെ ഗ്രഹണം ഉണ്ടാകുന്നു. അപ്പോൾ പറയുന്നു, മഹാദൗർഭാഗ്യശാലിയെ ഈ ലോകത്തിൽ കാണണമെങ്കിൽ ഇവിടെ നോക്കൂ. നിങ്ങളുടെ ആത്മാവ് പറയുന്നു, നമ്മൾ ബാബയിൽ നിന്നും സദാ സുഖത്തിൻ്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ബാബ അങ്ങിൽ നിന്നും കഴിഞ്ഞ കൽപ്പത്തിലും ഈ സമ്പത്ത് നേടിയിരുന്നു. വീണ്ടും ഇപ്പോൾ ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, പുറത്ത് നിങ്ങളുടെ സെൻറ്റേഴ്സിൽ മനസ്സിലാക്കുന്നതിനായി വളരെ പേർ വരും. ഇവിടെ ഇതാണ് ഇന്ദ്രസഭ. ഇന്ദ്രൻ ശിവബാബയാണല്ലോ. ജ്ഞാനമഴ പെയ്യിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സഭയിൽ പതീതമായ ആർക്കും വരാനാകില്ല. മരതകപരി, പുഷ്യരാജപരി, ഇങ്ങനെ ആരാണോ ബ്രാഹ്മണിമാർ വഴികാട്ടിയായി വരുന്നത് അവരോട് പറയും, തന്നോടൊപ്പം വികാരത്തിൽ പോകുന്ന ആരെയും കൊണ്ടുവരാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ രണ്ടുപേരും റെസ്പോൺസിബിളായി പോകും. ഏതെങ്കിലും വികാരിയെ കൂടെ കൊണ്ടുവന്നു എങ്കിൽ അവരിൽ വളരെ വലിയ പാട് വീഴുന്നു. പിന്നെ വളരെ ഭാരിച്ച ശിക്ഷ ലഭിക്കുന്നു. പരികളുടെ മേലും വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മാനസ സരോവരത്തിൽ സ്നാനം ചെയ്യുന്നതിലൂടെ പരിയായി മാറുന്നു എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇതാണ് ജ്ഞാന മാനസരോവരം. ബാബ മനുഷ്യ ശരീരത്തിൽ വന്ന് ജ്ഞാനമഴ പെയ്യിക്കുന്നു. ജ്ഞാനസാഗരമാണല്ലോ. നിങ്ങൾ നദിയുമാണ്, സരോവരവുമാണ്. ജ്ഞാനസാഗരം ഇദ്ദേഹത്തിലിരുന്ന് കുട്ടികളെ യോഗ്യമാക്കുന്നു സ്വർഗത്തിലേക്ക് പോകുന്നതിനായി. സ്വർഗത്തിൽ ശ്രീ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമാണ്. ഇതാണ് പ്രവൃത്തി മാർഗത്തിൻ്റെ എയിം ഓബ്ജക്റ്റ്. നമ്മൾ രണ്ടുപേരും ജ്ഞാനചിതയിലിരുന്ന് ലക്ഷ്മി നാരായണൻ ആകുന്നവരാണ് എന്ന് പറയുന്നു. ഉയർന്ന പദവി നേടേണ്ടതുണ്ടല്ലോ. പകുതി കൽപ്പം ആത്മാക്കൾ പിടഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബ വരൂ, വന്ന് നമ്മളെ രാജയോഗം പഠിപ്പിച്ച് പാവനമാക്കി മാറ്റൂ. ബാബ സൂചന നൽകുന്നു. ദേവി ദേവതമാരെ അംഗീകരിക്കുന്ന ഭാരതവാസികൾ തീർച്ചയായും 84 ജന്മം എടുത്തിട്ടുണ്ട്. ആരാണോ ദേവി ദേവതമാരുടെ ഭക്തർ അവർക്ക് പ്രയത്നിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ബാബ എങ്ങനെയാണ് വന്ന് 3 ധർമ്മം സ്ഥാപിക്കുന്നത്? ബ്രാഹ്മണൻ, സൂര്യവംശി, ചന്ദ്രവംശി, 3 ധർമ്മവും ബാബ സ്ഥാപിക്കുന്നു. പകുതി കൽപ്പം പിന്നെ മറ്റൊരു ധർമ്മവും സ്ഥാപിതമാകുന്നില്ല. പിന്നെ പകുതി കൽപ്പത്തിൽ എത്ര മഠങ്ങളും മാർഗങ്ങളും ധർമ്മങ്ങളും അനേകം സ്ഥാപിതമാകുന്നു. പിന്നെ പകുതി കൽപ്പത്തിൽ ഒരു ധർമ്മം, അതും സംഗമയുഗത്തിൽ ഭാവിയിലേക്ക് വേണ്ടി രാജധാനി സ്ഥാപിക്കുന്നതാണ്. അവരെല്ലാവരും പഴയ ലോകത്തിലാണ് തങ്ങളുടെ ധർമ്മം സ്ഥാപിക്കുന്നത്. ഇവിടെ ബാബ പകുതി കൽപ്പത്തേക്ക് വേണ്ടി ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനം ചെയ്യുന്നു. മറ്റാരിലും ശക്തിയില്ല. ബാബ നിങ്ങളെ സ്വന്തമാക്കി സൂര്യവംശി ചന്ദ്രവംശി കുലം സ്ഥാപിക്കുന്നു. ബാക്കി സർവ്വതിൻ്റെയും വിനാശം ചെയ്യിക്കുന്നു. എല്ലാ ആത്മാക്കളും ശാന്തിയിലേക്ക് പോകുന്നു. നിങ്ങൾ സുഖത്തിലേക്ക് വരുന്നു. ആ സമയം ഗോഡിനെ ഓർമ്മിക്കുവാനായി ദുഃഖമൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നില്ല. ഈ ജ്ഞാനവും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങൾക്കറിയാം, ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്ന് നോളജ് നൽകിക്കൊണ്ടിരിക്കുന്നു. സാഗരം ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് സ്വയം തന്നെ സാഗരം എന്ന് പറയുവാനാകില്ല. നിങ്ങൾ ആ ഒന്നിൻ്റെ സഹായിയാകുന്നു. അതിനാൽ നിങ്ങളുടെ നാമം തന്നെ ജ്ഞാനഗംഗകൾ എന്നാണ്. ബാക്കി അതാകട്ടെ ജലത്തിൻ്റെ നദികളാണ്. ബാബ പറയുന്നു, സാഗരമായ എൻ്റെ കുട്ടികളായ നിങ്ങൾ കാമചിതയിലിരുന്ന് എരിഞ്ഞു മരിച്ചു, അതായത് പതീതമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും എന്നെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ പാവനമാകുന്നത്. ഈ സൃഷ്ടിയുടെ ചക്രം 5000 വർഷത്തിൻ്റെതാണ്.
ഇതും ആർക്കും അറിയില്ല. സൃഷ്ടിയുടെ ചക്രത്തിന് പൂർണ്ണമായും 4 ഭാഗങ്ങളുണ്ട്. 4 യുഗങ്ങളുണ്ടല്ലോ. ഈ സംഗമയുഗം മംഗളകാരിയാണ്. കുംഭം എന്ന് പറയുന്നുണ്ടല്ലോ. കുംഭം എന്ന് പറയുന്നത് മേളയെയാണ്. നദി വന്ന് സാഗരവുമായി ചേരുന്നു. ആത്മാവ് വന്ന് പരമാത്മാവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിനെ കുംഭം എന്ന് പറയുന്നു. ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും മേളയും നിങ്ങൾ കാണുന്നു. നിങ്ങൾ പരസ്പരവും കൂടിക്കാഴ്ച നടത്തുന്നു, സെമിനാർ നടത്തുന്നു. ഇതിനെ കുംഭം എന്ന് പറയില്ല. സാഗരം തൻ്റെ സ്ഥാനത്തിരിക്കുന്നു. ഈ ശരീരത്തിലുണ്ടല്ലോ. എവിടെയാണോ ഇദ്ദേഹത്തിൻ്റെ ശരീരം, അവിടെ ജ്ഞാനത്തിൻ്റെ സാഗരമുണ്ട്. ബാക്കി നിങ്ങൾ പരസ്പരം ജ്ഞാനഗംഗകൾ കൂടിക്കാഴ്ച നടത്തുന്നു. നദികൾ ചെറുതും വലുതും ഉണ്ടായിരിക്കുമല്ലോ. അവിടെ സ്നാനം ചെയ്യാൻ പോകുന്നു. ഗംഗ, യമുന, സരസ്വതി തുടങ്ങിയവയുണ്ട്. ഡൽഹിയിൽ യമുന തീരത്താണ് സ്വർഗം. കൃഷ്ണപുരി ഉണ്ടല്ലോ. ഡൽഹിയെക്കുറിച്ച് പറയുന്നു, ദേവസ്ഥാനമായിരുന്നു. ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. അപ്പോൾ കൃഷ്ണന്റെ രാജ്യമായിരുന്നു എന്നല്ല, രാധാകൃഷ്ണന്മാർ യുഗളാകുമ്പോഴാണ് രാജ്യം ഭരിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ എത്ര സന്തോഷത്തിലാണ്. മായയുടെ കൊടുങ്കാറ്റാണെങ്കിൽ വളരെയധികം വരും. പരിധിയില്ലാത്ത ബോക്സിംഗ് ആണ്. ഓരോരുത്തരുടെയും 5 വികാരങ്ങളോടുള്ള യുദ്ധം നടക്കുന്നു. ബാബയെ നിരന്തരം ഓർമ്മിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. മായ നമ്മുടെ യോഗം ഇല്ലാതാക്കുന്നു. ഒരു കളിയും കാണിക്കുന്നുണ്ട്. പരമാത്മാവ് തൻ്റെ നേർക്ക് വലിക്കുന്നു, മായ അതിൻ്റെ നേർക്ക്. ഇങ്ങനെ ഒരു നാടകം ഉണ്ടാക്കിയിരിക്കുന്നു. ബയോസ്കോപ്പിൻ്റെ ഫാഷനും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഡ്രാമയനുസരിച്ച് ബയോസ്കോപ്പിൻ്റെ മേൽ തന്നെ മനസ്സിലാക്കിക്കേണ്ടതുണ്ടായിരുന്നു. നാടകത്തിലാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത് അനാദിയും അവിനാശിയുമായ ഡ്രാമ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ്. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നയാൾ മരിച്ചുപോയി, ഇത്ര പാർട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മൾ എന്തിന് ആകുലപ്പെടണം? ഡ്രാമയാണല്ലോ. ശരീരം ഉപേക്ഷിച്ചു, പിന്നെ വരാൻ സാധിക്കില്ല. കരയുന്നതിലൂടെ എന്തു നേട്ടം? ഇതിൻ്റെ പേര് തന്നെ ദുഃഖധാമം എന്നാണ്. സത്യയുഗത്തിൽ മോഹജീത് രാജാക്കന്മാരാണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് കഥയുമുണ്ട്. സത്യയുഗത്തിൽ മോഹത്തിൻ്റെ കാര്യം ഉണ്ടായിരിക്കില്ല. ഇവിടെയാണെങ്കിൽ മനുഷ്യർക്ക് എത്ര മോഹമാണ്. ആർക്കെങ്കിലും കരച്ചിൽ വന്നില്ല എങ്കിൽ കരഞ്ഞുകൊണ്ടും അവരെ കരയിക്കും. ഇവർ ദുഃഖിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനായി. ഇല്ലെങ്കിൽ അപകീർത്തി ഉണ്ടാകും. ഭാരതത്തിൽ തന്നെയാണ് ഈ എല്ലാ രീതികളും ഉള്ളത്. ഭാരതത്തിൽ തന്നെയാണ് സുഖവും, ഭാരതത്തിൽ തന്നെയാണ് വളരെ ദുഃഖവുമുള്ളത്. ഭാരതത്തിൽ ഗോഡ് ഗോഡസ് രാജ്യം ഭരിച്ചിരുന്നു. വിദേശികൾ പഴയ ചിത്രങ്ങൾ വളരെ സന്തോഷത്തോടെ വാങ്ങുന്നു. പുരാതന വസ്തുക്കൾക്ക് മാന്യതയുണ്ട്. ഏറ്റവും പുരാതനം ശിവനാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്നുവല്ലോ. ആ ഒന്നിൻ്റെ എത്ര പൂജ ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ ശിവ് ബാബ വന്നിരിക്കുന്നു. നിങ്ങൾ പൂജ ചെയ്യുകയില്ല. ആ ഒന്ന് വന്നിട്ട് പോയി. അപ്പോൾ ആ ഒന്നിൻ്റെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഡ്രാമയുടെ ജ്ഞാനത്തെ ബുദ്ധിയിൽ വച്ച് നിശ്ചിന്തം ആകണം. ഒരു പ്രകാരത്തിലും ആകുലം ആകേണ്ടതില്ല. കാരണം മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നറിയാം. നിർമോഹിയാകണം. ബാബയിലൂടെ ബൃഹസ്പതി ദശ ഉണ്ടായിരിക്കെ രാഹുവിൻ്റെ ഗ്രഹണം ബാധിക്കാതെ സൂക്ഷിക്കണം. ഏതെങ്കിലും ഗ്രഹപ്പിഴ ഉണ്ടാകുന്നു എങ്കിൽ അതിനെ ജ്ഞാനദാനത്തിലൂടെ സമാപ്തമാക്കണം. വരദാനം: സ്വയം തൻ്റെ ടെൻഷൻ്റെ മേൽ അറ്റൻഷൻ നൽകി വിശ്വത്തിൻ്റെ ടെൻഷൻ സമാപ്തമാക്കുന്ന വിശ്വമംഗളകാരിയായി ഭവിക്കട്ടെ.
എപ്പോഴാണോ മറ്റുള്ളവരെ പ്രതി കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത്, അപ്പോൾ തൻ്റെ ഉള്ളിൽ ടെൻഷൻ നടക്കുന്നു. അതിനാൽ വിസ്താരം ഉണ്ടാക്കുന്നതിന് പകരം സാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യൂ. സങ്കല്പങ്ങളുടെ ക്വാണ്ടിറ്റിയെ ഒതുക്കി ക്വാളിറ്റിയുള്ള സങ്കല്പങ്ങൾ നടത്തൂ. ആദ്യം സ്വന്തം ടെൻഷന്റെ മേൽ അറ്റൻഷൻ കൊടുക്കൂ. അപ്പോൾ വിശ്വത്തിലെ അനേകം പ്രകാരത്തിലുള്ള ടെൻഷൻ സമാപ്തമാക്കി വിശ്വമംഗളകാരി ആകുവാൻ സാധിക്കും. ആദ്യം സ്വയം തന്നെ നോക്കൂ. സ്വന്തം സർവീസ് ഫസ്റ്റ്. സ്വന്തം സർവീസ് ചെയ്തുവെങ്കിൽ മറ്റുള്ളവരുടെ സർവീസ് സ്വതവേ നടന്നുകൊള്ളും. സ്ലോഗൻ: യോഗത്തിൻ്റെ അനുഭൂതി നേടണമെങ്കിൽ ദൃഢതയുടെ ശക്തിയിലൂടെ മനസ്സിനെ കൺട്രോൾ ചെയ്യൂ. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപ സ്ഥിതിയിൽ ഇരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. എത്രത്തോളം സ്ഥാപനയ്ക്ക് നിമിത്തമായവർ ജ്വാലാരൂപം ആകുമോ, അത്രയും തന്നെ വിനാശജ്വാല പ്രത്യക്ഷമാകും. സംഘടനയുടെ രൂപത്തിൽ ജ്വാലാരൂപത്തിൻ്റെ ഓർമ്മ വിശ്വത്തിൻ്റെ വിനാശത്തിൻ്റെ കാര്യം സമ്പന്നമാക്കും. ഇതിനുവേണ്ടി ഓരോ സേവാ കേന്ദ്രത്തിലും വിശേഷ യോഗത്തിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ വിനാശ ജ്വാലയ്ക്ക് കാറ്റ് ഏൽക്കും. യോഗ അഗ്നിയിലൂടെ വിനാശത്തിൻ്റെ അഗ്നി ജ്വലിക്കും. ജ്വാലയിലൂടെ ജ്വാല പ്രജ്വലിതമാകും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഒരു ബാബ, രണ്ടാമതാരുമില്ല എന്ന ഗഹന തപസ്യയുടെ വിധിയിലൂടെ ഞാൻ ആത്മാവ് വിധാതാവും വരദാതാവുമായ ബാബയിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ഖജനാവുകൾ ശേഖരിക്കുകയാണ്. സമ്പന്നമായ സ്ഥിതി കൈവരിക്കുകയാണ്. മന്മനാഭവയുടെ മന്ത്രസ്വരൂപമായ ഞാൻ ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് ആകുന്നു. വിശ്വത്തിൽ വിദൂര സ്ഥാനങ്ങളിലായി അശാന്തരും ബലഹീനരുമായ എത്ര ആത്മാക്കളാണ്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും പ്രകാശകിരണങ്ങൾ നൽകുകയാണ്. ഈ ശ്രേഷ്ഠ വൈബ്രേഷൻ വിശ്വമാകെ വ്യാപിക്കുകയാണ്. അശാന്തരും ബലഹീനരുമായ ആത്മാക്കൾ ശാന്തിയും ശക്തിയും സ്വീകരിച്ച് അവരുടെ ശാന്തിയാകുന്ന ആത്മധർമ്മത്തിൽ സ്ഥിതി ചെയ്യട്ടെ. ശക്തി സമ്പന്നമായി മാറട്ടെ.
प्यार को संजोए, नैनों को हैं भिगोए, यादों के मोतियों को सांसों में हैं पिरोए। वो सद्गुणों के सागर भरने हर एक गागर, हर हिया तुम्हें बुलाता सादर पधारिए, सादर पधारिए। आनंद के प्रदाता हे स्नेह शक्ति दाता, अव्यक्त बाप दादा सादर पधारिए, सादर पधारिए, सादर पधारिए।